നമുക്ക് സാധാരണഗതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഒക്കെ സിനിമയിലോ അല്ലെന്നുണ്ടെങ്കിൽ നാടകത്തിലോ ആരെങ്കിലും ഒക്കെ കാണുവേ. പക്ഷെ ചേച്ചി ഡയറക്റ്റ് ആയിട്ടല്ലേ സിനിമയിലേക്ക്? ആരുമില്ല. കാരണം ഞാൻ ഈ സിനിമയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഈ നമ്മൾ മക്കളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടൊരു ബഹളം ഉണ്ടാവും, അതേപോലത്തെ ബഹളമായിരുന്നു. ആങ്ങളമാരൊന്നും മിണ്ടില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും സപ്പോർട്ട് തന്നത് എൻ്റെ മരുമക്കളും ഹസ്ബൻഡുമാണ്. ശരി, ബാക്കി ആരുമില്ല. എൻ്റെ വീട്ടിലെല്ലാവർക്കും എതിരായിരുന്നു. ചേച്ചിയുടെ എൻട്രി എന്ന് പറഞ്ഞേ എങ്ങനെയൊക്കെയാ വന്നത്? അതാണ് എനിക്ക് പോലും അറിയാൻ വയ്യാത്ത. എനിക്കൊരു നല്ലൊരു സ്ഥാപനമുണ്ട്. അതായത് ഞാൻ നമ്മളുടേതായ സ്വന്തം ഡിസൈൻ, ചുരിദാറാണേലും സാരി ആണേലും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഡിസൈനാണ്. അത് വേറൊരാൾക്ക് കാണൂല. ചേച്ചി അവിടെ ആരാ ഡിസൈൻ ചെയ്യുന്നത്? അവിടെ 12 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആരെന്നില്ല, നമുക്കൊരു ഡിസൈൻ നമ്മൾ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ തോന്നി അത് അവർ കൊണ്ടുപോയി വരച്ചു കൊടുക്കും. അപ്പം രാജീവ് അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ അത് ഇത്തിരി കൂടെ നന്നായിട്ട് വരച്ച് അതൊരു ഡിസൈനാക്കി നമ്മളെടുക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം ഇപ്പം കമൽ സാറിൻ്റെ അവിടെയാണെങ്കിലും കമൽ സാറിൻ്റെ അസോസിയേറ്റ് ഉണ്ട് സലീം പടിയത്ത്, അവരുടെ വൈഫ് സ്ഥിരം അവിടുത്തെ ആളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേഘമൽഹാറിൽ ബിജു മേനോൻ്റെ ചേച്ചിയായിട്ട് ഇവിടെ ശിവജി മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ ചേച്ചി വിളിച്ചു വന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ സലീമിനോട് പറഞ്ഞു, സലീം ഞാൻ ചേച്ചി വന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം എന്താ, നല്ല സാരിയൊക്കെ കൊടുത്ത് അങ്ങനെയാണല്ലോ എല്ലാവരെയും കണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ ചെല്ലുമ്പം സംയുക്ത വർമ്മ, പൂർണിമ എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുക. ഞാൻ ചെന്നപ്പോൾ കമൽ സാർ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, മുടിയൊക്കെ ഇങ്ങനെ ചപ്രാച്ചിയാക്കി ഒരു പന്ന സാരിയൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി, ഇതെന്തിനാ എന്നെ വിളിച്ചു. അതും നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആ സൈഡാണ് ഷൂട്ട് നടക്കുന്നത്. പക്ഷെ എന്നെ എന്തൊക്കെയാണ്, ഞാൻ കമൽ സാറിനെ ഇങ്ങനെ നോക്കി, കാരണം എന്തോ ഒരു ദ്രോഹം ചെയ്തപോലെ എന്നെ കൊണ്ട് സാറിന് ഈ പടത്തിൽ ഇങ്ങനെയാണ്, ഇനി ഞാൻ നല്ലൊരു പടം അമ്പയ്ക്ക് പിന്നീട് തരണ്ട്, ഇപ്പം ഇതിലിങ്ങനെയെന്ന് ആകെ. പിന്നെയാണ് മനസ്സിലായി ഇങ്ങനെ ശിവജിക്ക് അസുഖമായി കിടക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു ഭാര്യയായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലൊരു വലിയ ഡയലോഗുണ്ട്, ആക്ഷൻ കട്ടൊന്നും പറയാത്തതുകൊണ്ടായിരിക്കും ഞാൻ ആ ഡയലോഗ് അറിയാതെ പറഞ്ഞു. എങ്ങനെയോ നമുക്ക് ദൈവം ഇങ്ങോട്ടൊരു വരവ് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആ പടം ചെയ്തു. അതോടുകൂടി ഞാൻ പടം നിർത്തി കേട്ടോ. കാരണം അല്ല പിന്നൊരു പേടിയായി, കാരണം പടമൊന്നും വേണ്ട, അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാം ഇതാ. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എൻ്റെ ഹൃദയത്തിനുടമ ഭരത് ഗോപി സാറ് പറഞ്ഞു, വാണി വിശ്വനാഥൻ്റെ അമ്മയായിട്ട് ഒരാൾ വേണം. അപ്പം നമ്മൾ വന്ന സമയമായിട്ട് അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, ഇതും സലീമാണ് പോയി പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയാണ് ഒരു സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ അതായത് അഡ്വാൻസ് വാങ്ങുക അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അതിലേക്ക് വന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ സാധാ പോലെ പോയി. പക്ഷെ മീശമാധവൻ എൻ്റെ 4ാമത്തെ പടമാണ്. മീശമാധവൻ ചെയ്യുമ്പോൾ കാരണം മീശമാധവൻ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെയും ശാന്തമ്മ വരുന്നു. അതിലങ്ങനെയാണല്ലോ, അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. അതിനുശേഷം എനിക്ക് ഈശ്വരൻ തന്നൊരു ഭാഗ്യം എന്ന് പറയാം സത്യം പറഞ്ഞാൽ. അല്ലാതെ നമ്മുടെ കഴിവോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അഭിനയിക്കാനുള്ള ഒന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിതിലേക്ക് വരേണ്ടതുകൊണ്ട് പിന്നെ കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല നല്ല പടങ്ങൾ, അതുപോലെ എല്ലാവരുടെയും അമ്മയാകാൻ പറ്റി. അതൊക്കെ നമ്മുടെ ഒരു എന്നെ സംബന്ധിച്ച് എല്ലാവരുടെയും മമ്മൂക്കയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, മമ്മൂക്ക, മോഹൻലാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ അങ്ങപ്പുറം അവരങ്ങനെ എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഈശ്വരൻ തന്നു. ചേച്ചി അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ ചേച്ചിക്ക് അഭിനയിക്കുന്നതോടൊക്കെ ഇഷ്ടമായിരുന്നു? ഫസ്റ്റ് ടൈം വിളിക്കുമ്പോഴേ ഇല്ല പക്ഷെ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. അന്നും ഇന്നും എപ്പോഴും എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിലൊരു ഇഷ്ടമുണ്ട്. പിന്നെ സിനിമ ഒത്തിരി കാണും, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കൊരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ വേറെ ഒരു സങ്കല്പം. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴറിഞ്ഞ് ഇത് ചേച്ചി ഇപ്പൊ കുറെ അമവേഷങ്ങളല്ലേ കൂടുതൽ. അന്നേരം ചേച്ചി പണ്ടൊക്കെ ഞാനൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുമാരി അമ്മ ഉണ്ടായിരുന്നു, ലളിത ചേച്ചി ഉണ്ടായിരുന്നു, പൊന്നമ്മ ഉണ്ടായിരുന്നു, ഇതൊക്കെയായിരുന്നു. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ അമ്മമാരുണ്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. മറ്റേ സെലക്റ്റഡ് ആയിരുന്നു അന്ന്. പക്ഷെ അതിനകത്തിടയിൽ ഇങ്ങനെ വല്ല കോമ്പറ്റീഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വരുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് പടങ്ങളില്ലാതെ ഇരിക്കാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. എനിക്ക് ഈശ്വരന് അനുഗ്രഹം കൊണ്ട് ഇപ്പം പറയുമ്പോൾ അമ്മമാരധികം ഇല്ല, അമ്മമാർക്ക് വർക്ക് ചെയ്യാനുള്ള അവസരമില്ല. അമ്മമാർ അച്ഛന്മാർ അങ്ങനെ ഒന്നിച്ചുള്ള ആ ഒരു കുടുംബ ഇതല്ല. എന്നാൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോഴും പടങ്ങളായിട്ട് കിട്ടിക്കൊണ്ട്, ഇപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ഒരമ്മേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭാഗ്യമായിരിക്കും, എന്നെ ആ പടത്തിൽ ഞാനായിരുന്നു അമ്മ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പടമായിട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഒത്തിരി അമ്മമാർ വർക്കില്ലാതെ ഇരിക്കുന്ന ഈ സാഹചര്യം അല്ലേ, അത്രയ്ക്ക് അമ്മമാരുണ്ട് ഇപ്പോൾ, നിറയെ.
പണ്ടില്ല, പണ്ട് കുറവാ. അതാ ഞാൻ പറഞ്ഞെ. അതായത് നമ്മളുടെ മനസ്സിലുള്ളത് സുകുമാരി അമ്മ, പൊന്നമ്മ അല്ലെങ്കിൽ ലളിത ചേച്ചിയോ ആരെങ്കിലും ഒക്കെ നമ്മുടെ അമ്മയായി നമ്മൾ അങ്ങ് വെച്ചേക്കുവാ. പക്ഷെ ഇപ്പൊ ഒക്കത്തില്ല. ഇല്ല, ഇപ്പൊ നമ്മൾ ഒരു പടം കഴിഞ്ഞ അടുത്ത പടത്തിൽ വേറെ പുതിയ അമ്മ വന്നു കഴിഞ്ഞു. സത്യം. പക്ഷെ ചേച്ചി ചെയ്യുമ്പോ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ചേച്ചി ചെറുതാന്നേലും വലുതാന്നേലും ചേച്ചി അങ്ങ് ചെയ്യും. കാരണം നമ്മളെ ഒരു ഡയറക്ടർ വിളിക്കുന്നത് ഇപ്പൊ ചെറുതോ വലുതല്ല, ഇത് അവർക്ക് ചെയ്യണം, ഇത് അവർ വേണം എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ അതില് ചെറുതാന്നോ അല്ലെങ്കിൽ അതിനൊരു കുറ്റമൊന്നും ഞാൻ കാണില്ല. നമ്മളെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ തീർച്ചയായും ഞാൻ പോയി ചെയ്യും. പക്ഷെ അപ്പൊ ചേച്ചി നമ്മൾ ഈ സെലിബ്രിറ്റി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മളൊരു അമ്മയായി അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചേഞ്ച് വരും. അപ്പം ചേച്ചി ഇപ്പം എനിക്ക് കുറച്ചുകൂടെ വലിയൊരു ക്യാരക്ടർ കിട്ടിയാലോ എന്ന് ചിന്തിക്കുന്നില്ലേ? ഞാനിപ്പോൾ കസ്തൂരിമാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, മീര ജാസ്മിൻ്റെ അമ്മയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ചെറിയ പടം എന്നെ വിളിച്ചത്. ഞാൻ പക്ഷെ അതും ചെയ്തു ഇതും ചെയ്തു. കാരണം രണ്ടും വേണ്ടേ, നമ്മളിപ്പോ നാളെ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചേച്ചിക്ക് തരുന്ന ചേച്ചി ചെയ്യും, സന്തോഷമായിട്ട് തന്നെ ചെയ്യും. അപ്പൊ ചേച്ചി സെലിബ്രിറ്റി ആയതിനു ശേഷം ചേച്ചി ഇങ്ങനെ ഇനോഗ്രേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഫംഗ്ഷൻസ് പോയിട്ടുണ്ട്. അതൊക്കെ ചേച്ചി ഭയങ്കര ക്യൂരിയസ് ആയിട്ട് പോയിട്ടുണ്ടെന്ന്. അതെന്താന്ന് വെച്ചത്, എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം. ഞാൻ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആയിരുന്നു, ഇലക്ട്രിസിറ്റി ബോർഡ്. എന്നെ നമ്മൾ വരുന്നു പോകുന്നു, എന്നെ അങ്ങനെ ആരും നമ്മൾ സാധാ പോലെയായിരുന്നു. അവിടെ നാട്ടിൽ എനിക്ക് എത്ര സ്ഥലത്തായിരുന്നു സ്വീകരണം, അത് ഞാൻ സത്യം പറഞ്ഞ് നമ്മൾ അപ്പം നമുക്കിത് ചെല്ലുമ്പോൾ ഒരു ഉള്ളിൽ അഭിമാനവും ഒരു സന്തോഷവും എല്ലാം ഉണ്ട്. അതേപോലെ വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഫിലിം ഓഡിയൻസ് അവാർഡ്. ലാലാണ് നല്ല നടൻ, കാവ്യ നല്ല നടി, അങ്ങനെ കുറേ ഇത്. സഹനടി ഞാൻ, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെന്നു, ഒറ്റപ്പാലത്ത് വെച്ചിട്ടായിരുന്നു അത്, വലിയ ഫംഗ്ഷൻ, പൊന്നാടയൊക്കെ അണിയിച്ച്. ഞാനപ്പോൾ അതിനു മുമ്പേ ഈ അവാർഡ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കാണാപ്പാടം കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചു, അവിടെ ചെന്ന് പറയണമല്ലോ സ്റ്റേജിൽ പ്രസംഗിക്കാനായിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പൊന്നാട അണിയിച്ചതോടുകൂടി ഞാൻ നന്ദി എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ. അത് രണ്ട് വാക്കെങ്കിലും പഠിച്ചതൊക്കെ പോയി പോട്ടെ, എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് സന്തോഷം ഇങ്ങനെ അതെന്തോ ഒരു വരച്ചിട്ട് ആ രണ്ട് വാക്ക് പറഞ്ഞ സാധനം, ആ ഒരവസ്ഥ ശരിക്കും